Krishna 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 Hare 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 Rama Hare Rama Hare Rama Hare Rama 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 Hare 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 Krishna Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Krishna Hare Rama 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 Hare 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 Krishna 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 Hare Krishna Hare Hare Rama 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 Hare Hare Rama Rama Krishna 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 Hare 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 Rama नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः लक्ष्मीकान्तं कमलनयनं योगिहृदयं सर्वलोकैकनाथं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय वदे नमः राम 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 पाहि मां रामपादं चरणे मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चरणे मुकुन्द राम पाहि मां राघवा मनोहरा मनोहराम पाहि मां रावणान्तका मुकुन्द राम राम पाहि मां शिवाय मङ्गल चन्द्रशेखरा भगवन् भक्ति कोण्डु ज्ञानिदा രാമമന്ത്രമോദിടുന്നിതാമയങ്ങൾ നീക്കുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം ഭക്തവത്സല മുകുന്ദ പത്മനാഭ പാഹി മാം പന്നഗാരി വാഹന മുകുന്ദ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദയഗതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഗ്ധാബ്ധി മധ്യേ ഭോഗീ സത്തവനായിടുന്നടത്ത യോഗനിദ്ര ചെയ്തിടും നാരായണൻ രാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലം തന്നിൽ രാത്രീന്ദ്രവീരൻ ദശരഥനതനയനാൽ രാത്രീചാരികളായ രാവണാദികതമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം വേദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്ത വേദ്യവേദ്യന ശിരാവടി ശ്രീരാമവാദം കൈകളും രാമ ഹരേ രാമ 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 ഹരേ ഹരേ അലകൊടു ഭാരത യുദ്ധമധ്യയിന്മേൽ മുഴുതെവിയൽ മുറികൊമ്പുകൊണ്ടു മുന്നം എഴുതി നിറച്ചെളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക അരുമറനാരുമൊരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണനും പങ്കു ചെയ്തു നൽകി പരമതുകൊള്ളുവർ നാവിലും ഒഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരത്രയും വാരം പ്രശംസിച്ചു വാഴ്ത്തിനാ സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാഭിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചന്ദനം മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ
പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ പുരുഷനരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്കണേ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു വന്നേടു ഞാൻ നിരൂപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കയില്ലൊരുത്തരും എന്നരുൾ ചെയ്തത് കേട്ടു വന്ദിച്ചു പോച്ചെന്നളകാമുരി വിമാനവും സോദരനോടും വസിഷ്ഠനാം ആചാര്യവാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാദം ആശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും ദേശികാനുജയ ഭദ്രാസനെ ഭൂമി ദാശരഥിരുന്നരുളേടിനാൻ അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും പാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവ രാമ രാമ രത്നസിംഹാസനെ രാമനെയും ചേർത്ത് വന്ദിയെയും ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം പീതാംബര പരിശോഭിതം ഭൂതരം സീതയാ വാമാംഗസംസ്ഥയാരാജിതം മണ്ഡിതകണ്ഠായതേ നമഃ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ കാലകിരീടധരായ നമോ നമഃ ആദിമധ്യാന്തഹീനായ നമോ നമഃ വേദസ്വരൂപായ രാമായ തേ നമഃ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞാന്യായ നിത്യായ തേ നമഃ ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിഭൂതിരനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാൻ ബ്രഹ്മപരം കൊണ്ടഹൃതനായ ഒരു ജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ കൊൽക്കടാക്ഷത്താലതൊക്കെ ലഭിച്ചിട്ടു ദുഃഖവും തീർന്നിരു ഞങ്ങൾക്കു ദൈവമേ സ്വൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമഃ ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തവഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാൻ ദുഷ്ടനാം രാവണൻ നഷ്ടനായാലിന്നു തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ പുഷ്ടിയും വാചിതു ലോകത്രയത്തിൽ ഗരിഷ്ടിയും ഉണ്ടായതിഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങളുടിക്കായ കാരണം തെണ്ടകുത്തിർന്നിതു ഞങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോവിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വഹിച്ച മൂലം ഭവാൻ വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യപദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാത തത്വാത്മനെ പരമാത്മനേ തേ നമഃ ചാരുരൂപം തേടുമക്ഷര സാങ്കണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തമ്പുരു നാരദേ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിനാർ സച്ചിൽ പരബ്രഹ്മ പൂർണ്ണമാത്മാനന്ദമച്യുത മദ്വയമേകമനാമയം ഭാവനയാ ഭഗവത് പാദാംബോജവും സേവിച്ചിരുന്ന ജഗത്രയവാസികൾ സിംഹാസനോപരി സീതൂര്യകോടി പ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേപ്യമാണം പരം നാമം കേട്ടുകൊള്ളുവാനന്തം കൊള്ളുവാനാരദം രാമജവസ്മരണ ശ്രവണങ്ങളിൽ മാമകാമാനസേ തൃപ്തി വരാവിപോ മറ്റു വരം മമ വേണ്ടാതെയാനിതേ മറ്റു വിളക്കമില്ലാതൊരു ഭക്തിയു ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാശനാനുഗ്രഹം നൽകിനാൻ മൻകടയുള്ള നാൾ മുക്തനായി വളർന്നീ ഭക്തി കൊണ്ടേ ഒരു ബ്രഹ്മത്വവും സഖേ ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൻ ആനന്ദമാശ്വരീതാക്ഷനായവൻ യാത്രാവലംഘിനാൻ പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാശ്ലിഷ്ടനായ പുഹന്തത
ഗംഗാമതി പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാ ഭൂയമില്ലാതെ വസ്ത്രാഭരണങ്ങളും മായകളാചന്ദനാദികളും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ കാലകാലം ഉണർന്നാവര മക്കരാനായകന്മാർക്കും കൊടുത്തുപോയി വിശ്വമെല്ലാം പരിപാലിച്ചിരുന്നിനാൽ വൈദവ്യ ദുഃഖം വനിതമാർക്കല്ലോ വ്യാധികായോ ഒരുത്തർക്കുമില്ലല്ലോ സസ്യാപരിപൂർണയല്ലോ ധരിത്രിയും രസ്യമായ ഒരേടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടാറുമില്ല കാലേ ഗരിശിക്കുമില്ല ധനങ്ങളും പൂജാപരന്മാർ നരന്മാർക്കൊരു രാമനെ ധ്യാനിക്കുമേവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകെല്ലാരുമേ എല്ലാവനും ഉണ്ടാകും അനുകമ്പ മനസ്സേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങളൊക്കെയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹം എല്ലാവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ നിതിൽപരം വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാൻ ശത്രുവിനാശനമാരോഗ്യവർദ്ധനം പഠിക്കലും ചൊല്ലിലും ദർശനവും മുക്തനായിടും മഹാപാതകളാൽ അർത്ഥാഭിലാഷിയും മഹാധനം സുപുത്രനെയുള്ളതാം സിദ്ധിക്കുമായ ജനങ്ങളാൽ സമ്മതം മഹാബുദ്ധനായരും പദ്യമുള്ളതിലേടിയിടുകില്ലല്ലോ സന്തതിയുണ്ടാവണമെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥവാനായി വരും ദുഃഖങ്ങളെല്ലാം ജയിക്കായി വരും മതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ കേൾക്കിൽ നിർഭയനായി വരും കേൾക്കിൽ അനാതുരനായി വരും ഭൂതദൈവാത്മാർത്ഥമായുടെല്ലാം അത് പോകും നിർണയം ദേവപിതൃഗണതാപസമുഖ്യന്മാരെ സാധിക്കുമന്യനം കൽമഷമെല്ലാം കാമമോക്ഷങ്ങൾ സാധിച്ചിടും ആധ്യാത്മരാമായണം പരമേശ്വരൻ നിത്യവും ശുദ്ധബുദ്ധിയും സിദ്ധിക്കുമെല്ലാം അഭിഷ്ടമെന്നിങ്ങനെ നഷ്ടബോധം പരമാത്രം പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും അധ്യാത്മരാമായണം മഹേശ്വര സംവാദം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സകല ജഗന്മയാകിയ സനാതനൻ ദേവകളുമായി ഭക്തികൈ കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാദാരയ അമ്പുതി മധ്യേ പള്ളി കൊള്ളുന്ന നാദാരയ അമ്പുരത്തിങ്കലെന്നെ നിർമ്മിച്ച നാദാരയ യുദ്ധത്തിനടുത്തൊരു മകവിളവന്മാരെ ക്ഷേത്രമൊന്നു കുടിച്ച നാദാരയ ദൈത്യന്മാരുടെ മഹാവേദസ് കൊണ്ട് തന്നെ രാത്രി മണ്ഡലത്തിലും നിർമ്മിച്ച നാദാരയ രാത്രിയിൽ എന്നെ കൊണ്ടു സകല ബന്ധുക്കളെ ചേർത്തു നിർമ്മിച്ചു പരമാത്മാവേദയ കാലപ്രപഞ്ച സംഹാരം ചെയ്വതിനായി നീലലോകിതനായതുമാണിടും നാദാരയ ഭൂപതി സത്യപ്രധാനുഗ്രഹത്തിമോ പരിഹരിച്ചോരു നാദാരയ ഹിരണ്യാക്ഷനെ ദരിദ്രന്മാരായ ദുഷ്ടരെ വധിക്കാനായി പരശുരാമനായി പിറന്നാദാരയ രാവണൻ തന്നെ കൊല്ലുവാൻ രാമനായി പിറന്നപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാദാജയ വാസുദേവാത്മജനായി മേൽ
കൃഷ്ണനായി പിറന്നീ സേവകന്മാർക്ക് മുക്തി കൊടുക്കുന്ന നാഥാജയ ഖഡ്ഗവും ധരിച്ച് ചെയ്തിടുന്ന നാഥാജയ നിഷ്കളനായ തമതത്വത്തെ നിരൂപിച്ചാലും സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം സുഖബോധകമായ പരമാത്മനം പരം അറിഞ്ഞു പുകഴ്ത്തുവായില്ല വല്ലഭം വിശ്വം നിറവിലും പുരുഷോത്തമായ ഇക്കാലം വിശ്വാമിത്രന്റെ വീട്ടിലെ പോയ രാഘവായ താടകശേഷം വിശ്വാമിത്രന്റെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവായ വേഗേന സിദ്ധാശ്രമം പൂക്കു കൗശികരുടെ രാഘവും പരിപാലിച്ചിരുന്ന നാഥാജയ വിശ്വനായകതാപം ഖണ്ഡിച്ച നാഥാജയ സീതാവലനായി പോരുമ്പോൾ മധ്യമാർഗം രാമാജയ ബന്ധുവർഗവുമായി ജനയോഗ്യയിൽ പന്തിയാണ്ടാനന്ദിച്ചു വസിച്ച നാഥാജയ ജനകനാഭിഷേകത്തിൽ ഭാവിച്ച നേരം സീതയും കാലമായി വനം പൂക്കു മോഹേന ചിത്രകൂടം ഏരിച്ചുദാതൻ സ്വർഗം പൂക്കാനെന്നത് കേട്ടു ഏരിച്ചു ശേഷക്രിയ ജയ ഭരതൻ തന്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം ഭാരമേൽപ്പിച്ചു ജഡകാരുണ്യം പൂക്കു ദുഷ്ടനാഭിരാജനെ താപസനായ നമസ്തേ ഭുവനൈകനായക നമസ്തേ പരമാനവേ പരബ്രഹ്മമേ പരം പുരുഷ നമോസ്തുതേ ചതുരാനന്ദി നേരം മധുരക്ഷരമരുളി ചെയ്യുകയാണ് കൃഷ്ണ ഹരേ കൃഷ്ണ ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ബ്രഹ്മസ്വരൂപ ശരണം ഗണേശ ബ്രഹ്മസ്വരൂപ ശരണം ഗണേശ ശരണം ഗണേശ
കൊടുത്ത ശ്രീരാമനല്ലേ രാമ ശ്രീ രഘുരാമ സീതാഭിരാമ സീതാഭിരാമ വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരും ഒരാളല്ലേക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ ആനന്ദരാമ ആനന്ദനാഥ ലോകാഭിരാമ ലോകാഭിരാമ ജീവിതരാഗത്തിൽ സത്യ ചെയ്യാൻ വിളിക്കുന്നു രാമ രാമ വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരും ഒരാളല്ലേക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ കോമള രാമ ശ്യാമള രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ എന്നും എന്നോടെ നീ വാഴണേ രാമ രാമ വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ
ചിന്മയായ സന്മയായ തന്മയായ മംഗളം അനന്തരൂപമംഗളം നിരഞ്ജനായ മംഗളം നിരഞ്ജനായ മംഗളം മുരഞ്ജനായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗശിവായ മംഗളം നമഃ ശിവായ മംഗളം ശങ്കരായ ശങ്കരായ മംഗളം. മാസത്തെ കർക്കിടക മാസത്തെ പഞ്ഞമാസത്തെ എന്നെല്ലാം വിളിച്ചുകൊണ്ട് അപമാനിക്കാതെ അതിനെ ഒരു ആധ്യാത്മിക രീതിയിൽ ഉയർത്തുവാനായിട്ട് നമ്മൾ ഈ ഒരു മാസം നമ്മൾ പല പല വീടുകളിൽ ജനങ്ങളിൽ രാമായണ പാഠം നടത്തി ഭജന നടത്തി സത്സംഗം നടത്തി. രാമായണം വായിക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കൂടി നമ്മൾ കുറച്ചൊക്കെ ശ്രമിച്ചു. ഇനി അടുത്ത വർഷം കൂടുതലും അതിനെക്കുറിച്ച് ചിന്തനം, ആ ഒരു ശ്രവണം മനനം നിധിധ്യാസനം എന്നാണ് ജ്ഞാനയോഗത്തിൽ. അപ്പോൾ ശ്രമിച്ചുകൊണ്ട് മാത്രമായില്ല, അത് മനനം ചെയ്യുകയും ചെയ്യണം. ഈ നവപദ ഭക്തിയിൽ ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ അത് ഗ്രഹിക്കുക, അതിനെ അർത്ഥം ഗ്രഹിക്കാനും അതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള ഏത് ആശയം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പകർത്താം, എന്ത് പകർത്താം, എന്ത് പകർത്തിക്കൂടാ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചു. കുറച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് അടുത്ത വർഷം ഇതിനേക്കാൾ ഊർജ്ജസ്വലമായിട്ട് നല്ല രീതിയിൽ രാമായണ പാഠം, നമ്മൾ രാമായണ മാസാചരണം നമുക്ക് വീടുകളിൽ ഇപ്പോൾ ഏതൊക്കെ കുറ്റക്കുറവുകളുണ്ടോ അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട്, കാരണം കഴിഞ്ഞ വർഷത്തെ ഈ 3 വർഷമായിട്ട് തുടങ്ങിയിട്ട് എംപാപ്പുരയിൽ ആദ്യത്തെ വർഷം 1 or 2 വീട്ടിൽ മാത്രമേ നടത്തിയുള്ളൂ. ആദ്യത്തെ കോണ് തന്നെ പോയത് എടുത്തില്ല ആള്, അല്ലേ? അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നടത്തി പിന്മാറിയില്ല. ആ ഒരു ഗിരിജ ചേച്ചിയുടെയും ഗണേശിയുടെയും ആ ഒരു എന്താ പറയുക, കായിക ബലം അല്ലെങ്കിൽ മാനസിക ബലം ഇതെല്ലാം ഒത്തുചേർന്നുകൊണ്ട് പല പല വീടുകളിൽ നമ്മൾ ആദ്യത്തെ വർഷം നടത്തി. പിന്നെ കഴിഞ്ഞ വർഷം മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ നടത്തി. കുറച്ച് ദിവസം നമുക്ക് സ്പോൺസേഴ്സ് അല്ലെങ്കിൽ വീടുകളിൽ നടത്താൻ പറ്റിയില്ല. ആ സമയത്ത് നമ്മൾ അമ്പലത്തിൽ വെച്ച് നടത്തി സമന്വയുടെ പേരിലേക്ക് നടത്താൻ കഴിയും. ഈ വർഷം പക്ഷേ അതുപോലും കൂടെ പരിഹരിച്ചുകൊണ്ട് മിക്കവാറും എല്ലാ ദിവസവും പല ഡിവോട്ടീസിൻ്റെ ഭക്തരുടെ വീടുകളിൽ വെച്ച് നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. അത് നല്ലൊരു ക്ലാസ്സിലൊക്കെ നമുക്ക് സ്വയം അത് നല്ലൊരു ഡെവലപ്മെൻ്റ് ആണ്. ഇവിടെ നമ്മൾ നടത്താൻ പറ്റുമെന്ന് തന്നെ വലിയ കാരണം ചിന്തകളൊക്കെ ആയിരുന്നു. ഇത്രയും വീടുകളുണ്ടോ? പക്ഷേ ഇപ്രാവശ്യം നോക്കുമ്പോൾ ഇതിന് ഒത്തിരി വീടുകളുണ്ട്. ഇപ്പോൾ ദൂര സ്ഥലങ്ങളിൽ ഇപ്പോൾ ടെലികോം ലൈനിലോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത് പോലും ആവശ്യമില്ല. ഇവിടെ എംപാപ്പുരയിൽ തന്നെ നമുക്ക് കപ്പൽ സമ്പർക്കം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും എന്നുള്ളതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് അടുത്ത വർഷം അതിനുവേണ്ടി എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഏകദേശം 25 പേരൊന്നും തോന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പരിചയത്തുള്ള ഒരാളുടെ വീട്ടിൽ നമുക്ക് നടത്താം. അതിനെ എത്ര ലഘൂകരിക്കാമെന്നുള്ളത്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ലഘൂകരിച്ചുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ലഘൂകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അധികം താപ്പാടമായിട്ടുള്ള ഭക്ഷണമൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അത് ചെയ്യാനായിട്ട് ആ ഭക്ഷണം വേണമെന്നില്ല, നിങ്ങൾ പ്രസാദമാണെങ്കിലും മതി എന്നുള്ള രീതിയിൽ നമ്മളതിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് ഭജനയ്ക്കും സത്സംഗത്തിന് കൊടുത്തുകൊണ്ട് നമ്മൾ അടുത്ത വർഷം കുറച്ചുകൂടെ ആധ്യാത്മികമായ രീതിയിൽ രാമായണത്തെ മനസ്സിലാക്കാനായിട്ടും ഈ രാമായണത്തെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പാടാനുള്ള ആ ഒരു കഴിവ് എല്ലാവരും ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇത് തുടങ്ങിയതിന് ശേഷം വായിക്കാൻ തുടങ്ങിയത് എത്ര പേരുണ്ട്? ഞാനും ഉണ്ട് കേട്ടോ. ഞാനും ഉണ്ട്. ഇപ്പോഴും തുടങ്ങിയത് പലരും നമ്മൾ വായിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഇനി തുടങ്ങാനും ആൾക്കാരുണ്ട് ഇവിടെ, അല്ലേ? 2 പേര് തുടങ്ങാനും വായിക്കാത്തവരും കൂടെ തുടങ്ങാൻ ഒരു അവസരം നമുക്ക് അടുത്ത വർഷം ഉണ്ടാവണം. എന്ത് സംഭവിക്കട്ടെ, പയ്യന വായിച്ചാൽ നമ്മൾ പാടിക്കഴിഞ്ഞാൽ എന്ത് തെറ്റുകളുണ്ടോ അതൊക്കെ കൊടുക്കും. അത് നമ്മുടെ ഭാവന, ആ ഒരു ഭാവനയിലാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ സമാപനം കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല, ഇന്നലെ നമ്മൾ സമാപനം ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ലാസ്റ്റാണ്, 31-ാം തീയതിയാണ്. അത് സമാപനത്തിന് വേണ്ടിയിട്ട് സമാപനം ആവരുത്, ഇതൊരു തുടക്കമാവും, അല്ലേ? ഡെയിലി നമ്മൾ വായിക്കേണ്ടതാണ് രാമായണം. അത് കർക്കിടകത്തിൽ മാസത്തിൽ മാത്രം വായിക്കേണ്ടതല്ല. വീടുകളിൽ ഒരു മാസത്തിൽ ഒരു വട്ടമൊക്കെ ആരെങ്കിലും ബർത്ത്ഡേ വരുമോ, അങ്ങനെയൊക്കെ വരുമ്പോൾ
വചനക സാധനങ്ങളുണ്ട്. നമുക്ക് നമ്മളോട് സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു രാമായണത്തിന്റെ സന്ദേശം, സനാതന ധർമ്മത്തിന്റെ സന്ദേശം നമുക്ക് തരുവാനായിട്ട് നമ്മുടെ മുമ്പിൽ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വം വന്നിട്ടുണ്ട്. കൃഷ്ണകുമാർ കടമ്പൂർജി ആണ്. അദ്ദേഹം വളരെ മാന്യമായ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ വളരെ സനാതന ധർമ്മ വിശ്വാസികളുടെ ഇടയിൽ, എസ്പെഷ്യലി നമ്മുടെ മലയാളികളുടെ ഇടയിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. സനാതന ധർമ്മത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇന്ത്യൻ എന്താ പറയുക ഡിഫൻസിലായിരുന്നു. റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം റിട്ടയർ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ജാതീയമായിട്ടുള്ള സംഘടനകളും എല്ലാവരുമായിട്ടും അങ്ങനെ ഒരാളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിലുണ്ടാവണം, അല്ലെങ്കിൽ സമന്വയരുണ്ടാവണം, സംഘമിത്രയിലുണ്ടാവരുത്, NSSലുണ്ടാവണം, SNDP ഉണ്ടാവരുത്, അല്ലെങ്കിൽ ബ്രാഹ്മണസഭയിലുണ്ടാവണം, അങ്ങനെയല്ല. എല്ലാവരുടെ മുമ്പിലും എല്ലാവരുടെ അടുത്ത് പോവുകയും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ ബാംഗ്ലൂരിൽ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാൻ ആ ഒരു കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ അതിൽ ജ്ഞാനമുള്ള ഒരു വ്യക്തി കൃഷ്ണകുമാർജിയാണ്. അദ്ദേഹം പല പല ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടത്താറുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഭാഗവതത്തിന്റെ തന്നെ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ എല്ലാം നല്ല ഒരു ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ രാമായണത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കിളിപ്പാട്ട് എങ്ങനെയാണോ അതുപോലെയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ആ ഒരു രാമായണം കേട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണോ കിളിപ്പാട്ട് വരുന്നത് അതുപോലെ തന്നെ ചാരുത അതിലുണ്ട്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം നമുക്ക് കുറച്ച് സമയം തന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് എല്ലാവരോടും ആ ഒരു ആശീർവാദം ചെയ്യുവാനായിട്ട് കൃഷ്ണകുമാരിൽ നിന്ന് നമുക്ക് കേൾക്കാം, അത് ഉൾക്കൊള്ളാം, നിത്യജീവിതത്തിൽ അത് പ്രവർത്തിക്കും. പങ്കെടുത്ത എല്ലാവരും ഇംഗ്ലീഷും ഹിന്ദിയും അല്ല സംസ്കൃതമാണ് ചെറുതാണ് മേടിക്കും, വായിക്കണം കേട്ടോ എല്ലാവരും. ചേച്ചി സ്വല്പം ഒന്ന് വെള്ളം പ്രസാദം ഉണ്ടാക്കണം.
सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् ॐ असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मामृतं गमय ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः स्वस्ति प्रजाभ्यः परिपालयन्ताम् न्यायेन मार्गेण मतिं महीषा गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावः करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि ഒരു കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം പിടിച്ച പോലെ പിന്നെ എടുക്കാം എടുത്തോ പിന്നെ ആരാ ഗായത്രി നമ്മുടെ സുരേഷിക്ക് ഒന്നും മേടിച്ചു ഇതേ ഒന്നും ചെയ്യാതെ